ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ വേൾഡ്. സോ ഇന്ന് ഞങ്ങൾ വന്നിട്ടുള്ളത് തിരുവല്ലയിലുള്ള മറൈൻ എക്സ്പോയിലാണ്. അപ്പോൾ ആദ്യം തന്നെ കയറി ചെല്ലുമ്പോൾ നമ്മൾ കടൽ കട്ടാറാണ്. നമ്മൾ ടിക്കറ്റൊക്കെ ഓൾറെഡി എടുത്തു. 100 റുപ്പീസാണ് ഒരാൾക്ക്. നമ്മൾ പിന്നെ അവിടെ ഫോട്ടോ ഇവിടെ BP ടെസ്റ്റ് ചെയ്യുന്നൊരു സംഭവം ഉണ്ട്. നമുക്ക് അമ്മയൊക്കെ അവിടെ അതിന് വേണ്ടി ഇരിക്കുകയാണ്. നമ്മൾ കടൽ കൊട്ടാരം കാണും. കടൽ കൊട്ടാരമാണ് തോന്നുന്നത്. നല്ല രസമുണ്ട്. അതിൻ്റെ ഓരോരോ മീനുകൾ ഓരോ ഡിഫറെൻറ്റ് മീനുകളൊക്കെ ഉണ്ട് കേട്ടോ. ഫോട്ടോയൊക്കെ എടുത്തു. മഴയൊക്കെ ആയതുകൊണ്ട് ഞാൻ കുടയും പിടിച്ചിട്ടാണ്. കൂടുതൽ വ്യൂസൊക്കെ കാണിച്ചു തരാം. അവിടെ ഒരു മത്സ്യകന്യക നിൽപ്പുണ്ട് കേട്ടോ. തിരുവല്ലയിലാണ് മത്സ്യകന്യക. പിന്നെ അമ്മ BP ഒക്കെ നോക്കിയിട്ട് അവിടെ നിൽക്കുകയാണ്. അപ്പം അങ്ങനെ അച്ഛനും അമ്മയും BP എല്ലാം നോക്കി. അത് പുഷ്പഗിരി ഹോസ്പിറ്റലിലെ വഴി അങ്ങാണ്ടായിരുന്നു. അങ്ങനെ അപ്പോൾ അതെല്ലാം അത് കഴിഞ്ഞിട്ട് നമ്മൾ സംഭവങ്ങൾ ഫിഷിനെയൊക്കെ കാണാൻ വേണ്ടി കയറുമായിരുന്നു. കുറേ മീനുണ്ടായിരുന്നു കേട്ടോ. നല്ല രസമായിരുന്നു. നമ്മൾ ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ട്. അതെല്ലാം ലാസ്റ്റ് ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ ഇങ്ങനെ മീനൊക്കെ കണ്ടു കഴിഞ്ഞ് നമുക്ക് കുറേ കടകളുണ്ട് കേട്ടോ. നമ്മളിങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. പിന്നെ ഫുഡ് സ്റ്റാളൊക്കെ ഉണ്ട്. നമ്മളങ്ങനെ ഫുഡൊക്കെ കഴിച്ചു. പക്ഷെ അതൊന്നും വീഡിയോ എടുക്കാൻ മറന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അതൊന്നും വീഡിയോ എടുത്തിട്ടില്ല. നമ്മളിങ്ങനെ ഈ ഫിഷിൻ്റെ ഒക്കെ കാണിക്കുന്ന എടുത്തിട്ടുണ്ട്. ഞാൻ അമ്മ കാണിക്കണം. അമ്മ ഇത് കൊണ്ടുമ്പോൾ ആ മീനെ കണ്ടു. ഞങ്ങൾ രണ്ടുപേരും ഇങ്ങനെ അമ്മ അച്ഛനെ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ആ കണ്ടു. അങ്ങനെയായിരുന്നു. നല്ല രസമായിരുന്നു. എന്തായാലും നമ്മളിത് തന്നെ ചങ്ങനാശ്ശേരി കണ്ടിട്ടുണ്ട്. പക്ഷേ ചങ്ങനാശ്ശേരിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വേറൊരു കഥകളുണ്ട്. അതുകൊണ്ടാണ്. പിന്നെ നമ്മുടെ നിവേദു അച്ഛൻ്റെ ഫോണിൽ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നു നടക്കുന്നു. ഞാൻ നമ്മുടെ ചാനലിലേക്ക് വ്ലോഗ് എടുക്കുന്നു. അപ്പം അങ്ങനെയായിരുന്നു. പിന്നെ അമ്മയൊക്കെ നടന്നു. ഞാനിങ്ങനെ മീനൊക്കെ പോയിട്ട് നമ്മളിങ്ങനെ ഗ്ലാസ് ഒക്കെ ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്താലും അതിൻ്റെ ദേഹത്തൊന്നും കുഴപ്പമില്ല. നമ്മളിങ്ങനെ കണ്ണ് ഇങ്ങനെ കുത്തിക്കൊണ്ടൊക്കെ ഇരിക്കും. നല്ല രസമായിരുന്നു. അപ്പോൾ നിങ്ങളിവിടെ വന്നു. ഇത് മെയ് 26 വരെ ഉള്ളതാണ് കേട്ടോ. അപ്പോൾ ഇത് മെയ് 26 തിരുവല്ല മുനിസിപ്പൽ സ്റ്റേഡിയത്തിലാണ് ഇത് സംഭവം ഉള്ളത്. സോ ഇവിടെ വേറെ സംഭവം ഹൈലൈറ്റ് ആയിട്ട് അത് ലാസ്റ്റായിരിക്കും കാണിക്കുന്നത്. ലാസ്റ്റ് ആയിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ഇങ്ങനെ മീനൊക്കെ കണ്ടു. അത് കൂടിയിരിക്കണം. കുറേ മീനിങ്ങനെ കൂടിയിരിക്കും. നല്ല രസമായിരുന്നു അത്. അപ്പോൾ കുറേ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. പിന്നെ മഴയൊക്കെ ആയിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് പുറത്തിങ്ങനെ റൈഡൊക്കെ ഉണ്ടായിരുന്നു. അതിലൊന്നും കയറാൻ പറ്റിയില്ല. അപ്പോൾ അതിനെക്കുറിച്ചൊന്നും എനിക്കറിയാൻ മേല. അപ്പോൾ ഞങ്ങൾ നല്ല മഴയായിരുന്നു. നല്ല മഴയായിരുന്നു. അപ്പം അങ്ങനെ പിന്നെ ഈ ഒരു മീൻ കണ്ടോ, നല്ല ക്യൂട്ടാണ്. ഭയങ്കര ലൈറ്റിങ് കേട്ടോ. അതാണ് ഇങ്ങനെ കിടക്കുന്നത്. നല്ല രസമാണ്. കുറേ മീനൊക്കെ ഉണ്ടായിരുന്നു. ഞാനിങ്ങനെ വീഡിയോസൊക്കെ എടുത്ത് പോയി ഇങ്ങനെ ചെയ്യായിരുന്നു. അപ്പം പിന്നെ നമുക്ക് വേറൊരു സംഭവം ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അതിനുമായിട്ട് നമുക്ക് ഇത് വേണം. ഇങ്ങനെ കുറേ മീനൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ നമുക്ക് ഞങ്ങൾ ഫോട്ടോ ഒക്കെ എടുത്തു. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇനിയാണ് അണ്ടർ വാട്ടർ ചാനൽ. അപ്പോൾ നമുക്ക് മീനൊക്കെ ഉണ്ടാകും. ഇത് നമ്മൾ മറ്റേ ചങ്ങനാശ്ശേരി പോയിട്ടുള്ള വീഡിയോയിൽ നിങ്ങൾ നോക്കും. അപ്പോൾ ഇത് ഏകദേശം ഒരു 300 മീറ്ററോളം ഉണ്ടായിരുന്നു. പിന്നെ നമ്മളിവിടെ ഒന്ന് ഫോട്ടോ ഒക്കെ എടുക്കുമായിരുന്നു. നമ്മളിവിടെ പോയപ്പോൾ ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. ഇനി ഈ ചാനലിലൂടെ കഴിഞ്ഞപ്പോഴും ലാസ്റ്റ് ഒരു 8 മണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ നല്ല രസമായിരുന്നു. പിന്നെയും കുറേ മീനുണ്ടായിരുന്നു. പിന്നെ നമ്മൾ അങ്ങോട്ടേക്ക് കയറുകയാണ്. അവിടെ കുറച്ച് വലിയ മീനൊക്കെ പോലെ ഉണ്ടായിരുന്നു. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെടുകയാണ്. എന്തായാലും നിങ്ങളൊന്നും വരിക കേട്ടോ. ഭയങ്കര സംഭവമാണ്. പിന്നെ ഇങ്ങനെ ഞങ്ങൾ കുറേ ഫോട്ടോസും സ്നാപ്പിലും ഒക്കെ ആയിട്ട് ഇങ്ങനെ എടുത്ത് ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല രസമാണ്. അപ്പം വീണ്ടും ഞാൻ പറയുന്നത് നല്ല രസമാണ് കേട്ടോ. പിന്നെ വലിയൊരു മീനൊക്കെ ഉണ്ടായിരുന്നു. ഇത് കണ്ടോ, ഇവിടെ അത് വലിയൊരു മീൻ അനങ്ങാതെ കിടക്കുക. മേളിലൊക്കെ അനങ്ങാതെ ഇങ്ങനെ കിടക്കുക. പിന്നെ ഞാൻ അമ്മയെ കാണിക്കുകയായിരുന്നു. അമ്മ ഇത് കണ്ടു. ഏത് ഫ്രണ്ട് ടീച്ചറെ പോയിട്ടോ. അതാണിപ്പം ആളെ കാണാൻ. പിന്നെ ഞാൻ പുറകിലായിരുന്നു നടക്കുന്നത്. ഇവർ രണ്ടുപേരോടെ മുമ്പിലായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ എല്ലാം മീനിങ്ങനെ നോക്കിയായിരുന്നു നമ്മൾ ടണലിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പോവുകയാണ്. സോ അങ്ങനെ ഭയങ്കര ഇരുട്ട്, അതാണ് കാണാത്തത്. പിന്നെ കുറേ മീനുണ്ടായിരുന്നു. സോ അങ്ങനെ
കണ്ടമ്മ സീബ്രോണോ കൊടുത്തിരിക്കുന്നത് മീനടിയിൽ ഗോൾഡൻ ഫിഷും. അല്ല ഇടുന്നുണ്ട് ഈ വെറൈറ്റി ഓറഞ്ച് കളർ. അപ്പോൾ ഗൈസ് നമ്മൾ ലാസ്റ്റ് ഫിഷായിരുന്നു. ഫിഷിനാണ് ഇപ്പം കാണാൻ പോകുന്നത് ആക്ച്വലി. അപ്പോൾ ഇത് കണ്ട് ഇങ്ങനെ ഇരിക്കുന്ന ഒരു മീനാണ്. അപ്പം ഇതും കൂടെ കഴിഞ്ഞാൽ പിന്നെ ഇതിനകത്ത് കയറി നിന്നിട്ട് ഇങ്ങനൊരു സാധനം ഇങ്ങനെ ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റിയ കറങ്ങത്തില്ലേ, നമ്മൾ അത് ഇങ്ങനെ നിൽക്കൊണ്ടിരിക്കുക. ആരും പ്രത്യേകിച്ച് ഇല്ലായിരുന്നു. അപ്പോൾ അത് നമ്മളെന്തായാലും കയറിയില്ലായിരുന്നു കേട്ടോ. നല്ല രസമായിരുന്നു എന്തായാലും. പക്ഷേ പിന്നെ ഞാൻ ആദ്യം പറഞ്ഞായിരുന്നു നല്ലൊരു സാധനം ഉണ്ടെന്ന്. അതാണ് ഈ ഞാൻ കാണിക്കാൻ പോകുന്നത്. ഇതാ ഇവിടെ സ്കൂബ ഡൈവേഴ്സും മെർമെയ്ഡും ആണ് കേട്ടോ ഇന്നത്തെ ഇവിടെ കുറച്ച് സ്പെഷ്യലായിട്ടുള്ളത്. അപ്പോൾ അത് കാണാൻ വേണ്ടി നിറച്ച് ആൾക്കാർ അവിടെ നിൽക്കുമായിരുന്നു. സോ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഇങ്ങനെ തള്ളി കയറി നിന്ന് വീഡിയോ ഒക്കെ എടുക്കുമായിരുന്നു. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ സ്കൂബ ഡൈവേഴ്സിനെയാണ് കാണിക്കുന്നത്. അടുത്ത് അതിനകത്ത് മെർമെയ്ഡ്. അപ്പോൾ ഇതും കൂടെ കണ്ടു കഴിഞ്ഞാൽ കഴിയും. പിന്നെ നമ്മൾ കുറേ കടയാണുള്ളത്, അതൊന്നും നമ്മൾ അങ്ങോട്ടൊന്നും പോകുന്നതൊന്നും എടുത്തിട്ടില്ല. സോ അടുത്ത് അവിടെയാണ് മെർമെയ്ഡ് ഉള്ളത്. ഇപ്പം അത് ഞങ്ങൾ വന്നപ്പോഴത്തേക്കും ഒന്ന് മേളിലിരിക്കുകയായിരുന്നു. അത് കണ്ടിട്ടാണ് വെള്ളത്തിലേക്ക് ചാടിയത്. നല്ല രസമായിരുന്നു. ഞാൻ ഭയങ്കര ആഗ്രഹത്തിലുണ്ട്. കുറേ നേരം ഞങ്ങൾ കാണാൻ നിന്നു. അത് കഴിഞ്ഞ് നമ്മൾ പിന്നെ ഷോപ്പിങ്ങിനൊക്കെ പോകാൻ വേണ്ടിയിട്ട് പോയി. അപ്പം പോപ്കോൺ ഉണ്ടായിരുന്നു. സോ പോപ്കോണൊക്കെ വാങ്ങിച്ചു. പിന്നെ നമ്മൾ ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പിന്നെ ഇങ്ങോട്ട് വന്നായിരുന്നു കേട്ടോ. നമ്മൾ തിരിച്ച് പോകാൻ വേണ്ടി ഇറങ്ങി. തിരിച്ചിറങ്ങാൻ വേണ്ടി അപ്പോൾ കേസ് അച്ഛനും അമ്മയും ഷോർട്ട് കട്ട് എടുത്ത് കയറി പോയിട്ട് ഫ്രണ്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളോട് പറഞ്ഞു ഇനി കാണണമെങ്കിൽ കണ്ടിട്ട് പതിയെ വരാൻ പറഞ്ഞു. അപ്പം ഞങ്ങൾ രണ്ടുപേരും ഇങ്ങനെ പതിയെ ഞാൻ വീഡിയോ ഒക്കെ എടുത്തിട്ട് വരുമായിരുന്നു കേട്ടോ. സോ ഞാൻ നിവേദിയ ഫ്രണ്ടിൽ പോയി. അപ്പം ഞാൻ മാത്രം ഇങ്ങനെ മീനെയൊക്കെ ഇങ്ങനെ തൊട്ടി ഇങ്ങനെ വരുമായിരുന്നു. സോ അത് കഴിഞ്ഞ് ഞാനിങ്ങനെ ഓരോ മീനെയൊക്കെ പോയി കണ്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി. അച്ഛനും അമ്മയും അവിടെ ഇരിക്കുന്നു. അതിന് വെച്ചാൽ ഇവിടെ വന്നായിരുന്നു. ഞാൻ ഇടയ്ക്ക് നോക്കി ഉണ്ടായിരുന്നു. അതെ അവരിതാ അവിടെ ഇരിക്കുന്നു. അപ്പം നിവേദ്യ അവിടെ ഫ്രണ്ടിൽ ചെന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് എന്നെ കണ്ടപ്പോൾ പിന്നെ ഇങ്ങോട്ട് വന്നാണ്. എന്നിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ ബൈ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.